സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാനത്ത് മെയ് 5 മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ മാസത്തിൽ തെളിവെടുത്ത സമയത്ത് ഉള്ള ബസ് ചാർജിന്റെ അല്ലെങ്കിൽ ഡീസൽ ചാർജ് അല്ല ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും നിങ്ങൾ പത്രദ്വാര പറയുന്ന സമയത്ത് 50 പൈസ വർദ്ധിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾ ഫലത്തിൽ 68 പൈസ വീതം കൊടുക്കുന്നുണ്ട്. ഈ 4 മാസത്തെ കാശ് കൊണ്ട് 2.5 രൂപ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വർധനവ് കൂടി പരിഗണിച്ച് അടിയന്തരമായിട്ട് മിനിമം ചാർജ് 10 രൂപയും കിലോമീറ്ററിന് 12 പൈസ വർദ്ധിപ്പിച്ച് കിലോമീറ്ററിന് 70 പൈസ വീതമാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന സർക്കാരിന്റെ നയത്തിൽ തന്നെ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഭീമമായ ഫീസ് കൊടുത്ത് പഠിക്കുന്നു. എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സർക്കാർ നിശ്ചയിച്ച ഫീസ് കൊടുത്ത് പഠിക്കുന്നു. അതേപോലെ ഒരു വേർതിരിവുണ്ടാക്കി എയ്ഡഡ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യം പോലെ സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സർവീസ് നടത്തുന്ന KSRTCയിൽ മാത്രം വിദ്യാർത്ഥികളുടെ യാത്ര പരിമിതപ്പെടുത്തുകയും സ്വാശ്രയ സ്ഥാപനങ്ങളെ കാണുന്ന രീതിയിൽ സ്വകാര്യ ബസ് വ്യവസായത്തെ കണ്ട് അതിന്റെ പ്രവർത്തന ചെലവിന് ആനുപാതികമായ ചാർജ് നിശ്ചയിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. മിനിമം ചാർജ് 10 രൂപയാക്കുക, കിലോമീറ്ററിന് 70 പൈസയാക്കി വർദ്ധിപ്പിക്കുക, സ്പീഡ് ഗവർണർ അടിച്ചേൽപ്പിക്കാനുള്ള ഗവൺമെന്റ് നയം തിരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചാൽ അതിന് തിരിച്ചടിയുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ പ്രൈവറ്റ് ബസ് ഉടമകളുടെ 9 സംഘടനകൾ പണിമുടക്കിൽ പങ്കാളികളാകും.